ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഇയർ എൻഡിങ് സെയിൽ വീഡിയോ ആയിട്ടാണ്. പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാകും. ജ്വല്ലറീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഇതാ ഈ പ്ലാന്റിൻ്റെ ഒരു നോർമൽ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അത് മദർ പ്ലാന്റ്സ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൻ്റെ പ്ലാന്റിന് വരുന്നുള്ള റേറ്റ് എന്ന് വെച്ചാൽ 90 രൂപയാണ്, 90 റുപ്പീസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം ലിമിറ്റഡ് നമ്പേഴ്സേ നമ്മളെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് DM ചെയ്യുക. വാട്സപ്പിലാണ് അറിയിക്കേണ്ടത്. നമ്പർ ഇതിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്, സ്മോൾ സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ലിപ്സ്റ്റിക് ആണ്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ റേറ്റ് വരുന്നുള്ളത് 25 റുപ്പീസാണ്, 25 രൂപ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു എഗ്ലോണിമയാണ്. ഇത് ഗ്രീനിൽ തന്നെ വരുന്ന എഗ്ലോണിമയാണ്, നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയും 2 സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്, വലിയ സൈസും അതുപോലെ തന്നെ ചെറിയ സൈസും. കുറച്ച് വലിയ സൈസിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ്, 70 റുപ്പീസ്. ഇനി ഈ കാണുന്നതാണ് ചെറിയ സൈസ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 50 റുപ്പീസാണ്, 50 രൂപ. അതുപോലെ തന്നെ ബോക്സർ അഗ്ലോണിമയാണിത്. ഇവയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 95 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് അയക്കുകയാണ് വേണ്ടത്. നമ്മൾ DTDC വഴിയായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നുള്ളത്. പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. നല്ല വലിയ സൈസിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. നമുക്ക് ബുഷിയായിട്ടൊക്കെ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 130 രൂപയാണ്, 130 റുപ്പീസ്. ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള അലോക്കേഷ്യ വെറൈറ്റി ആണ്. സാധാരണ എലിഫൻറ്റ് ഇയർ പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് വേറെ തന്നെ ഒരു ലീഫാണ് ഇതിൻ്റെത്. ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് 120 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ്. ഈ കാണിക്കുന്നുള്ളത് മദർ പ്ലാന്റ് ആണ്. ഇതെല്ലാം വരുന്നുള്ളത് ലീഫി പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ലീഫാണ് ഇതിന്. നമ്മൾ കട്ട് ചെയ്ത് ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇവയൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്, 40 റുപ്പീസ്. അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ പ്ലാന്റ്സും ഞങ്ങൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസീന പ്ലാന്റ്സിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 35 രൂപയാണ്, 35 റുപ്പീസ്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. നല്ലൊരു ബുഷിയായിട്ടുള്ള പോട്ടിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 55 രൂപയാണ്, 55 റുപ്പീസ്. ഇനി കാണുന്നുള്ളത് ഈ ഒരു ഡ്രസീന പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ്. നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. നല്ല കളറിൽ വരുന്ന ലീവ്സ് ആണ് ഇതിൻ്റെത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്, 30 റുപ്പീസ്. മാത്രമല്ല നമുക്ക് വേഗത്തിൽ തന്നെ നട്ട് വളർത്താൻ പറ്റിയ അങ്ങനെ വലിയ കയറൊന്നും വേണ്ടാത്ത പ്ലാന്റാണ് ഇതൊക്കെ. അതുപോലെ തന്നെ വേറൊരു ഡ്രസീന പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. ഇത് നമുക്ക് ബോർഡറിൽ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെയും ചെറിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 റുപ്പീസാണ്, 30 രൂപ. 30 രൂപക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു നാടൻ ചെടി തന്നെയാണ്. നമുക്ക് വേഗം തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപ തന്നെയാണ്. നല്ല സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ബ്ലാക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ട് വളർത്താം. ഇനി കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയുടെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്, 40 റുപ്പീസ്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ കാണുന്നുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഈ ബിഗോണിയ വളർത്തിയെടുക്കാം. ബിഗോണിയ കളക്ട് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ കളക്ഷനിൽ ഇല്ലാത്തവരാണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ DM ചെയ്തോളൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ബിഗോണിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. ലിമിറ്റഡ് പീസസ് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് പിന്നെ കാണിക്കുന്നുള്ളത് വേറൊരു ടൈപ്പിൽ വന്നിട്ടുള്ള ഗ്രീനിൽ വരുന്ന ബിഗോണിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 45 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ 45 രൂപക്ക് എന്തുകൊണ്ടും നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് DM ചെയ്യാം. പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്.
അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു ബിഗോണിയൊക്കെ വന്നിട്ടുള്ള റേറ്റ് എന്ന് വെച്ചാൽ 65 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇവയൊക്കെ. നല്ല കളറാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ബിഗോണിയ പ്ലാന്റിൻ്റെ ലീഫാണ് ഹൈലൈറ്റ്, അത് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ള ബിഗോണിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്, 50 റുപ്പീസ്. അപ്പോൾ ബിഗോണിയ കളക്ഷൻസ് ഉള്ളവർ ഇതുപോലത്തെ ഏതെങ്കിലും വെറൈറ്റി നിങ്ങളെ കളക്ഷൻസിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആകുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്. ചെറിയ സൈസ് പ്ലാന്റാണ് ഇവയൊക്കെ. അപ്പോൾ വേണ്ടവർ അറിയിക്കുക. പിന്നെ കാണിക്കുന്നത് ഇതൊരു നാടൻ ബിഗോണിയാണ്. ഇതൊക്കെ നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളത് വെറും 30 രൂപക്കാണ്, 30 റുപ്പീസ്. അപ്പോൾ 30 റുപ്പീസിന് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആണത്. പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു പീസ് ലില്ലി പ്ലാന്റ് ആണ്. ഇത്തരത്തിലുള്ള പീസ് ലില്ലി പ്ലാന്റ്സ് നാടൻ പ്ലാന്റ് തന്നെയാണ് ഇവയൊക്കെ. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ പീസ് ലില്ലി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിലുള്ള ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ ഇതുപോലെ മെറൂൺ കളറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കളർഫുൾ ആക്കാം, ഫ്ലവർ ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്, 60 റുപ്പീസ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് 60 റുപ്പീസിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് വെറും 25 രൂപയാണ്, 25 റുപ്പീസ്. ഇതൊക്കെ ലീഫി പ്ലാന്റ് ആണ്, ഒന്നും ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഇതൊന്നും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും 25 റുപ്പീസാണ്, 25 രൂപ. നമുക്ക് ബോർഡറിലും അതുപോലെ തന്നെ പോട്ടിലൊക്കെ നല്ല ബുഷിയായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണിത്. പിന്നെ കാണിക്കുന്നത് ഇതാ ഈ ഒരു ടൈപ്പിൽ വരുന്നുള്ള അരേലിയ പ്ലാന്റ് ആണ്. ഗോൾഡൻ ലീഫാണ് ഇതിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള അരേലിയയെ അപേക്ഷിച്ചിട്ട് നല്ല ലീഫാണ് ഇതിൻ്റെ. ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് ബുഷിയാക്കുകയാണെങ്കിൽ മറ്റുള്ള അരേലിയാസിനെ പോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. ഒരുപിടി ഇതായിരിക്കും കളറിലൊക്കെ നല്ല ഭംഗി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്. പിന്നെ കാണിക്കുന്നത് ഇതാ ഈ ഒരു ഫേണാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള ഫേൺ തന്നെയാണിത്. ഗ്രീൻ കളറിൽ വരുന്ന ഫേണാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 45 രൂപയാണ്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 55 രൂപയാണ്, 55 റുപ്പീസ്. ഇതും നല്ലൊരു അടിപൊളി കലാത്തി തന്നെയാണ്. ലീഫിൻ്റെ പുറകുവശത്തായിട്ട് പേർപ്പിൾ കളറാണ്. പിന്നെ കാണിക്കുന്നത് ഇതായി ഒരു മാർബിൾ പോത്തോസ് ആണ്. ഈ മാർബിൾ പോത്തോസിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്, 35 റുപ്പീസ്. അപ്പോൾ ഈ ഒരു റേറ്റിന് നല്ലൊരു വേർത്തായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇതായി ഒരു നിയോൺ പോത്തോസ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പിന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 30 റുപ്പീസാണ്, 30 രൂപ. 30 രൂപക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഗ്രാസ് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ ഇതാ ഇത്രത്തോളം വരുന്ന നമ്മുടെ ബട്ടൺ ഫേണും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 45 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് ഇതാ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഫിറ്റോണിയാണിത്. നല്ല ഭംഗിയിൽ തന്നെ പോട്ട് കവർ ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 40 റുപ്പീസാണ്, 40 രൂപ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. കുറച്ചധികം പ്ലാന്റ് തന്നെ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ അത്ര പീസേ നമ്മുടെ അടുത്തുള്ളൂ, വേണ്ടവർ പെട്ടെന്ന് അറിയിക്കുക. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല, പരിപ്പ് ചെടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഈ ഒരു ഡ്രസീന പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളത് 40 രൂപക്കാണ്, 40 റുപ്പീസ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. നല്ല ഭംഗിയിൽ എപ്പോഴും നമുക്ക് ഫ്ലവർ ആയിരുന്ന പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതാ ഇത്തരത്തിൽ എല്ലാം ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതിലൊക്കെ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സൺലൈറ്റിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് കിട്ടുന്ന പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും 25 രൂപയാണ്, 25 റുപ്പീസ്. അപ്പോൾ 25 റുപ്പീസിന് നല്ലൊരു അടിപൊളി ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണിത്. നല്ല അടിപൊളി ലീവ്സ് ആണ് ഇതിൻ്റെത്. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പെഡിലാന്തസ് വെറൈറ്റി ആണ്. ഫുൾ ഗ്രീനിൽ വരുന്ന പ്ലാന്റ് ആണിത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്, 35 റുപ്പീസ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്. ഇത് വെരിഗേറ്റഡ് ആണ്. അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക. എല്ലാം
തന്നെ ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ടാണ് റേറ്റ് കുറച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്, 35 റുപ്പീസ്. നല്ല ഭംഗിയാണ് ഫ്ലവർ. പിന്നെ ഇതാ ഈ ഒരു ഡിഫംബാക്കിയ പ്ലാന്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്, 35 റുപ്പീസാണ്. അതുപോലെ തന്നെ ഈ അരേലിയ പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അരേലിയ പ്ലാന്റ്സ് എപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്, 30 റുപ്പീസ്. നല്ല ഭംഗിയിൽ നമുക്ക് പോട്ട് നിറയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇതാ ഈ ഒരു യുജീനിയ പ്ലാന്റും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ അത്ര പീസസ് യുജീനിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. 70 റുപ്പീസാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത്, 70 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 25 റുപ്പീസാണ്, 25 രൂപ. ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അതിന് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, കെയർ ആവശ്യമാണ്. പക്ഷേ ഇതുപോലത്തെ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കളർഫുൾ ആയിട്ട് ഗാർഡനിൽ വളർത്തിയെടുക്കാം, ഫ്ലവറിൻ്റെ ആവശ്യമില്ല. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സിഗ്സാക് പ്ലാന്റ് ആണ്. ഇത് പെഡിലാന്തസ് വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് കണ്ടോ, ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത്, മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല കളർ തരുന്ന നല്ല വെളിച്ചം തരുന്ന ഒരു പ്ലാന്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിന് ഇത്തരത്തിലുള്ള സൈസ് നമ്മൾ കൊടുക്കുന്നത് 45 രൂപക്കാണ്, 45 റുപ്പീസ്. ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റെയിൻ ലില്ലി പ്ലാന്റിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. പിങ്ക് കളറിൽ വരുന്ന ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണിത്. പറ്റുമെങ്കിൽ ഞാൻ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്. 30 രൂപക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി ഒരു വെറും ഗ്രീനിൽ വരുന്ന അരേലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 35 രൂപയാണ്, 35 റുപ്പീസ്. അരേലിയ ഒക്കെ കളക്ട് ചെയ്യുന്നവരും ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. പിന്നെ വന്നിട്ടുള്ളത് ഇതായി ഒരു റിബൺ ഗ്രാസ് ആണ്, വൈറ്റിൽ വരുന്ന റിബൺ ഗ്രാസ് ആണിത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ്, 30 റുപ്പീസ്. പിന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. ഇതിൻ്റെ ലീവ്സ് നിങ്ങൾ കാണുന്നുണ്ടാകും, ഇതുപോലെ വൈറ്റ് കളറിൽ വരും. തളിർപ്പൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിലാണ് വരുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. വലിയ പ്ലാന്റിന് 50 രൂപയും ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്, അതിന് 40 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നുള്ളത് ZZ പ്ലാന്റ് ആണ്. ഗ്രീൻ കളറിൽ വരുന്ന ZZ പ്ലാന്റ്സ് ആണ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 130 രൂപയാണ് ZZ പ്ലാന്റ്സിന് വരുന്നുള്ളത്. നല്ല സൈസിൽ വരുന്ന പ്ലാന്റ് തന്നെയാണിവ. ZZ പ്ലാന്റ്സ് ഒരു കാലത്ത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. 130 രൂപക്ക് എന്തുകൊണ്ടും നല്ല അഫോർഡബിൾ ആണ്. സൈസിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് വലിയ പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വാട്ടർമെലൺ ബിഗോണിയ. ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ്. നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വെറും 30 രൂപയാണ്, 30 റുപ്പീസ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്, വൈറ്റ് സിങ്കോണിയം. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 25 റുപ്പീസാണ്, 25 രൂപ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇവയൊക്കെ. പിന്നെ ഈ ഒരു യൂഫോർബിയ റെഡിൽ വരുന്ന യൂഫോർബിയ പ്ലാന്റും അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 30 രൂപയാണ്, 30 റുപ്പീസ്. അപ്പോൾ എല്ലാം തന്നെ അത്ര നമ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുള്ളൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. ഫ്ലവർ വന്നാൽ തന്നെ കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഫ്ലവറാണിത്. വേഗം തന്നെ കൊഴിഞ്ഞു പോകുന്ന പൂക്കളല്ല. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ബേബി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പൂവൊക്കെ വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്, 60 റുപ്പീസ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈ ഒരു ലക്കി ബാമ്പു ആണ്. ഗ്രീൻ ആണ് ലക്കി ബാമ്പു വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 20 റുപ്പീസാണ്, 20 രൂപ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ പ്ലാന്റ്സ് ആണ് ഞങ്ങളുടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാ സെയിൽ വീഡിയോസിലും ഉൾപ്പെടുത്തുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ കുറച്ച് പുതിയ പ്ലാന്റ്സും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വാട്സപ്പ് അയച്ചോളൂ. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കാറുള്ളത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇതുപോലെ തന്നെ നമ്മൾ ആൻറ്റിറ്റോണിസ് ജ്വല്ലറീസും സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക്